ശരീരത്തിന് ആരോഗ്യം, രോഗങ്ങളിൽ നിന്നുള്ള മോചനം വേണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്നു. അതേപോലെ തന്നെ മനസ്സിനും ആരോഗ്യം വേണമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഈ മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ, മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയാൽ ആത്മഹത്യയിലേക്ക് കലാശിക്കുന്നു എന്നത് പത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നു, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയുന്നു. എന്നാൽ ഈ സൂയിസൈഡ് ചെയ്യാതെ മനസ്സ് തകർന്നു പോകുന്ന, മെൻ്റൽ ഹെൽത്ത് നഷ്ടപ്പെട്ടു പോയി പല വിധത്തിലുള്ള മാനസിക രോഗങ്ങൾക്കും വിധേയമാകുന്നവരുടെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനസികമായ ആരോഗ്യം ഇല്ലാതിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത് എന്നതാണ്. പ്രധാനമായി 2-3 കാറ്റഗറിയിൽ നമുക്ക് തിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യപരമായ, ഫിസിക്കൽ പരമായ പ്രശ്നം. നമ്മുടെ ബോഡിയെ എങ്ങനെയാണ് ഈ ഒരു മാനസികമായ ആരോഗ്യമില്ലായ്മ ബാധിക്കുന്നത്? ഒന്നാമത്തത്, അത് വലിയ ഗുരുതരമായ രോഗങ്ങൾ, ഈ സ്ട്രോക്ക് പോലെ, ഡയബറ്റിസ് പോലെയുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തത്, അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ ബാധിക്കുന്നു, രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടാൻ കാരണമാകുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ ബാധിക്കുന്നു. നമ്മുടെ ശോധനം, വയറിൻ്റെ അപ്പിറ്റൈറ്റ്സ്, വിശപ്പും ശോധനവും അതേപോലെ തന്നെയുള്ള മറ്റ് രോഗത്തിലുള്ള പല സിംറ്റംസുകളും, വിട്ടുമാറാത്ത തലവേദനകൾ തുടങ്ങിയ കാര്യങ്ങൾ, തുടങ്ങി മാനസികാരോഗ്യം ശാരീരികാരോഗ്യവുമായി വളരെ വലിയ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. രണ്ടാമത്തെ ഒരു കാറ്റഗറി, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന്, നമ്മുടെ മൂല്യമുള്ള ഒരു ജീവിതത്തിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്ന്, നമുക്ക് കോൺഫിഡൻസ്, അത് ഇല്ലാതെ ആകിപ്പോകുന്നു. എപ്പോഴും സന്തോഷമില്ലാത്തൊരു ജീവിതം, മറ്റുള്ളവർക്കൊരു മാതൃകയാവാതെ പറ്റുന്നില്ല. അതേപോലെ തന്നെ സെൽഫ് എസ്റ്റീം, സ്വന്തത്തോടുള്ള സ്നേഹമുണ്ടാവുന്നില്ല, ഒരു ഗിൽട്ടി അറ്റ്മോസ്ഫിയർ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ മൂല്യങ്ങളെയും അതിൻ്റെ ക്വാളിറ്റിയെയും മനസ്സിലാകാതെ വേറെ ഏതോ ഒരു ലോകത്ത് സഹിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുള്ളൊരു ജീവിതമാണ് മെൻ്റൽ ഹെൽത്ത് ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ കാറ്റഗറി, നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഒറ്റപ്പെട്ട ലോൺലിനെസ്, ഒറ്റപ്പെട്ട് എന്നൊരു തോന്നൽ, മറ്റുള്ളവരുമായി എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുക എന്നൊരു പ്രതീതി, ഞാൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ മോശമാണ് എന്ന് തുടങ്ങി റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് പല ഫോബിയാസുകളും നമ്മൾ നേരിടുന്നു. നാലാമത്തൊരു കാറ്റഗറി നമ്മുടെ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കറിയാം, മാനസികാരോഗ്യം നല്ലതല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ നമുക്ക് തിളങ്ങാൻ കഴിയുന്നില്ല, നല്ല ഡീലുകൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും മറ്റ് ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ശോഭിക്കാൻ സാധിക്കുകയില്ല. അതേ രൂപത്തിൽ തന്നെയാണ് കരിയർ എന്ന് പറയുമ്പോൾ, വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠനമാകുമ്പോൾ ഈ ഒരു മെമ്മറി ലോസ്, മെമ്മറി ഉണ്ടാവുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുകയില്ല, അങ്ങനെ തുടങ്ങി നമ്മുടെ അറ്റൻഷനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നു. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ, മാനസിക സംഘർഷം നേരിടുന്ന ഒരാളെ, അല്ലെങ്കിൽ നമുക്ക് നേരിടുമ്പോഴോ നമ്മളുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് അങ്ങനെ സംഭവിക്കുമ്പോഴോ അത് നെവർ മൈൻഡ് ആക്കുന്നതിന് പകരം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയും ജീവിതത്തിൻ്റെ വിശുദ്ധിയും അതേപോലെ തന്നെ നമ്മുടെ സകലമാന സാഹചര്യങ്ങളെയും അത് ബാധിക്കുന്നു. ബോഡിയെ ബാധിക്കുന്നു, മനസ്സിനെ ബാധിക്കുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെയും സാമൂഹിക സ്ഥിതിയെയും ബന്ധങ്ങളെയും, ചിലത് ഡിവോഴ്സിലേക്കെത്തും, ചില ജോലിയുമായി ബന്ധപ്പെട്ട ക്ലയൻറ്റുകൾ നഷ്ടപ്പെടും, തുടങ്ങി വലിയ ഒരു ജീവിതത്തിൻ്റെ ദുരന്താവസ്ഥയിലേക്കാണ് പോവുക. അതുകൊണ്ട് മാനസികാരോഗ്യം ശക്തിപ്പെടുത്താനും ജീവിതം ഒരു മാതൃകായോഗ്യമായി സമ്പൂർണ്ണമായി ഒരു ജീവിതത്തിലേക്ക് എത്താനും നമുക്ക് സാധിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.